വേണ്ട, അത് ഹിന്ദു വീടാ. തമ്പ്രാട്ടി രക്ഷിക്കണം. എന്താ? പട്ടാളക്കാര് കൂട്ടം കൂടി. വരൂ വരൂ. എന്റെ ആങ്ങളമാരുടെ മുമ്പിൽ വെച്ച പട്ടാളക്കാരെന്നെ. അന്റെ പെങ്ങളെ ഞാനൊന്ന് പോയി നോക്കട്ടെ. എളയപ്പ പോയാല് വയസ്സായി എനിക്ക് എന്ത് പേടിക്കാനാണോ? ഭാര്യക്കാരത്തി പെണ്ണിന്റെ കാര്യം അതല്ല. ഉണ്ണികൃഷ്ണൻ തമ്പ്രാൻ വന്നിട്ട് എങ്ങോട്ട് പോയി? താനൂര് അവന്റെ ഒരു ബന്ധുവിനെ കാണാൻ. താനും അവരെ കൂട്ടത്തിലല്ലേ ഉണ്ണി? ഇന്നലെ പട്ടാളക്കാർ ചെയ്ത ദ്രോഹത്തിന് ഖിലാഫത്തുകാര് ഹിന്ദുക്കളോടാണ് പകവീട്ടിയത്. 100ഓളം വീട്ടുകാരെ പാതിരായ്ക്ക് വളഞ്ഞ് ആണുങ്ങളെ മുഴുവൻ വെട്ടിക്കൊന്ന് ഈ കിണറ്റിലിട്ടു. ഖിലാഫത്തുകാരോ? അതെ, കുഞ്ഞഹമ്മദ് ഹാജിയുടെ സംഘക്കാര്. ഈ തുവ്വൂരെ കിണറ്റിന് ഉറവെടുക്കുന്നത് വെള്ളമാവില്ല, ചോരയാവും. ഉണ്ണികൃഷ്ണ മോനെ, എന്റെ എല്ലാം പോയി. അമ്മുക്കുട്ടി, എന്റെ മോളെയും അവർ കൊണ്ടുപോയി. അന്ന് ഞാൻ വിളിച്ചപ്പോ കൂടെ പോരാതെ നിങ്ങൾ വിശ്വസിച്ച ആ തങ്ങളും കൂട്ടരും. മോനെ, ആ തങ്ങളെ പറയരുത്. മഞ്ചേരിയിൽ നിന്ന് വന്ന ഖിലാഫത്തുകാരാ എന്റെ മോളെയും മരുമക്കളെയും വെട്ടിക്കൊന്നത്. എന്റെ മോളെ പിടിച്ചോണ്ട് പോയത്. താനൂരുക്കും തൂര് ചെമ്പളശ്ശേരി തങ്ങളുടെ അടുത്തേക്കും നമ്മൾ ആളെ വിട്ടേക്കണം. ഖാദർ, ഹിന്ദുക്കളെ കൊല്ലാനാണ് താൻ തുടച്ചു നിൽക്കുന്നതെങ്കിൽ മതി. തമ്പുരാൻ, എവിടെ എന്റെ അമ്മുക്കുട്ടി? ഏതമ്മുക്കുട്ടി? ഊഴിക്കൽ നാരായണൻ നായരുടെ വീട്ടിലും തൂർ കിണറ്റിലും അടിഞ്ഞ ശവങ്ങളോടൊപ്പം അവളെയും ചേർത്തോ? ഇല്ലെങ്കിൽ പറ, എവിടെ? തമ്പുരാൻ പറയണത് എനിക്കറിയില്ല. ഖിലാഫത്തുകാർ ആയുധമെടുത്ത് ഹിന്ദുക്കൾക്ക് നേരെയാണെങ്കിൽ അവരുടെ നേതാക്കളിൽ ആദ്യം ചാകേണ്ടത് താനാണ്. വിടറായളെ. തമ്പുരാൻ, എങ്ങാണ്ട് ഏതോ മാപ്പിളാർ ഹിന്ദുക്കളെ കൊന്നു പറഞ്ഞ് ഇന്റെ നേരെ തോക്കെടുത്ത നിങ്ങള് ഹിന്ദുവിനെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ കൊടുത്ത ബീരാനെന്ന മാപ്പിളയുടെ മോനാണ് ഞാനെന്ന കാര്യം ഓർത്തോ? വെള്ളക്കാരെ ഒതുക്കേണ്ടി വന്നതിൽ കൂടുതൽ നാട്ടുകാർക്കിടയിലെ കൊള്ളയും കൊല ഒതുക്കാനാണ് ഖിലാഫത്തുകാർ ആയുധം കൊടുത്തത്. നേതാക്കളിൽ ആലി മുസ്ലിയാരും വാര്യംകുന്നത്ത് കുഞ്ഞമ്മാജിയും കൽപ്പിച്ചോ അതിന് തന്നെയായിരുന്നു. എന്നിട്ടും അക്രമം നടന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ഏറ്റെടുക്കണോ ഞാൻ മാത്രമല്ല, ഖിലാഫത്ത് സേനയെ പ്രവർത്തിച്ച് എങ്ങൾക്കില്ല അതിലൊരു പങ്ക്. പറയണം തമ്പുരാൻ, ഇല്ലേ?
ഒന്നും അറിയാത്ത ദേശത്തെ പാവങ്ങളെ പറഞ്ഞിളക്കി ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരത്തിയ നേതാക്കൾ എവിടെ? കൂട്ടത്തിൽ ഇങ്ങോട്ട് വന്നത് ഒരമ്മക്കൂട്ടനെ തേടിയിട്ടാണെങ്കിലേ സ്വന്തം ബാപ്പാന്റെ മയ്യത്തോലും വേണ്ടവണ്ണം കവറടക്കാൻ കഴിയാത്ത എനിക്ക് ആ പെണ്ണെ നോക്കാൻ നേരം കാണൂല. തമ്പുരാൻ പോണം. ഈ യുദ്ധം തുടരും, അവസാന ശ്വാസം വരെ പൊരുതും. അതിനിടയ്ക്ക് വഴിമുടക്കാൻ നിങ്ങൾ ഇങ്ങോട്ട് കയറി വരരുത്. കടന്നുപോയി, കടന്നു പോവാൻ. ഖാദർ പറഞ്ഞത് ശരിയാണ്. കഴിഞ്ഞ ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്ത ഒരു പട്ടാളക്കാരൻ എന്ന നിലയിൽ എനിക്കറിയാം. സിറിയയും ത്രേയസും സ്മരണയും അന്യാധീനപ്പെട്ട് സർക്കാർ ഭരണം നിലച്ചപ്പോൾ അവിടെ തെമ്മാടികൾ കലാപം തുടങ്ങി. ബ്രിട്ടീഷ് ഇന്ത്യൻ പട്ടാളക്കാർ പോലും കൊള്ളയ്ക്കും കൊലയ്ക്കും കൂട്ടുനിന്നു. ചെറുതെങ്കിലും ഒരു സൈന്യത്തെ നയിച്ച് എന്നെ അതിൽ കുറ്റപ്പെടുത്താമോ? ഏത് യുദ്ധത്തിന്റെയും നടുവിൽ കറുത്ത ശക്തികൾ പ്രവർത്തിക്കും. ഇവിടെ ഒറ്റപ്പെട്ട അക്രമങ്ങളെ നേരിടാൻ ഖിലാഫത്ത് വാളണ്ടിയർമാരെ സഹായിക്കേണ്ട ചുമതല നാട്ടുകാർക്കില്ലേ? ഹിന്ദുക്കൾ സ്ഥലം വിടാതെ ഉറച്ചു നിന്നിരുന്നെങ്കിൽ മാപ്പിളമാരിൽ വഴിതെറ്റിപ്പോയവരെ ഒരിടത്തെങ്കിലും നിലയ്ക്ക് നിർത്താമായിരുന്നില്ലേ? ഇതിനു മുമ്പ് നടന്ന ലഹളകളിലും മാപ്പിളമാരുടെ വാളിനിരയായതല്ലാതെ ഒരുമിച്ച് എതിർക്കാൻ ഹിന്ദുക്കൾ ധൈര്യം കാണിച്ചോ? എങ്ങനെ ഒരുമിക്കും? തീയനും ചെർമനും പുലയനും അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തിയ തമ്പുരാക്കന്മാർ പട്ടിയെ പോലെ ചാവുന്നത് കാണാനായിരിക്കും അടിയാളന്മാർക്ക് ഇഷ്ടം. ഉണ്ണി, മറ്റുള്ളവരെ കുറ്റം പറയുന്നതിന് പകരം ഇനിയെങ്കിലും സ്വയം തിരുത്താൻ ശ്രമിക്ക്. നീ തീവ്രവാദിയല്ലേ? സഹകരണ ത്യാഗം വിട്ട് ഖിലാഫത്തുകാരെ ആയുധം എടുക്കാൻ ഉപദേശിച്ചവനല്ലേ? അവരോടൊപ്പം പോകൂ. ഇല്ലെങ്കിൽ പൂഴിക്കലെ അമ്മുക്കുട്ടിയുടെ ദുരന്തം ഈ നാട്ടിലെ മറ്റു പെൺകുട്ടികൾക്കും അനുഭവിക്കേണ്ടി വരും. തൂരിലെ കിണർ പോലെ ഇവിടുത്തെ കുളത്തിലും പുഴയിലും കബന്ധങ്ങൾ നിറയും. ഇല്ല, അങ്ങനെ പെട്ടെന്ന് ഞാൻ മാനെ കൊല്ലൂല. ഇന്റെ ബാപ്പാനെ കൊന്നവര്, ആ പാവം തമ്പുരാനെ കൊന്നവര്, നാട്ടി കൊള്ളയും കൊലയും ബലാത്സംഗവും ചെയ്തതിനായി ഇന്റെ മോനെ
എങ്ങോട്ടാ ഇങ്ങനെ? ഇതുവരെ നിങ്ങളെ വിളിച്ചിരിക്കേന്, ഇനി വിളിക്കണ്ടോ ഞാനാ? പോലീസും പട്ടാളവും ഒക്കെ എന്നെ തിരയുണ്ടാവും. ഈ പോയ കിടന്നാ നിങ്ങൾക്ക് ആരെയും പേടിക്കണ്ട, നിങ്ങൾക്ക് പോവാ. എവിടേക്ക്? ഞങ്ങളുടെ കോവിലകം കത്തി വെണ്ണീറായെന്നല്ലേ? അപ്പുണ്ണിത്തമ്പരാന്റെ പുറക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. നിങ്ങൾ ബന്ധുക്കളല്ലേ? അതെ, ബന്ധുവാണ്. വരി. ഗോപി, നിന്റെ തുളസി വന്നിരിക്കണം. അച്ഛനെ വെട്ടിക്കൊന്ന മാപ്പിളമാര് മകളെ ഇത്രയും ദിവസവും കൂടെ പൊറിപ്പിച്ചിട്ട് വെറുതെ വിട്ടുന്നു. പ്രസവം ഇവിടെ ആവട്ടെ എന്ന് കരുതിയാവും. ഗോപിയേട്ടാ, നിങ്ങൾ എന്നെ കന്യാദാനമല്ലാതെ മാസക്കുളി തെറ്റിയ ഒരു പെണ്ണിനെ ഞാൻ സ്വീകരിക്കുന്നു നീ കരുതിയോ? ഇറങ്ങി പൊയ്ക്ക പെണ്ണേ. മാപ്പിളാര് തൊട്ട നീ ഈ തറയിൽ ചവിട്ടി നിന്നാല് പഞ്ചപുണ്യാം കഴിച്ചാ പോലും ഐത്തം മാറില്ല. മഹേശ്വരിയമ്മേ, മാപ്പിള തൊട്ട ഐത്തം എനിക്കില്ല. അത് കൂടുതൽ കാണുക നിങ്ങളുടെ ദേഹത്താവും. എന്തു പറഞ്ഞടി മൂദേവി? എടീ, മര്യാദക്ക് ഇറങ്ങിപ്പോയില്ലെങ്കിൽ അവരുടെ കൂടെ കഴിഞ്ഞ നിന്നെ ഇനി പിടിച്ചോണ്ട് പോകുന്നത് പട്ടാളക്കാരായിരിക്കും. പൊയ്ക്കോ. പാണ്ടിക്കാട് ചന്തപ്പുരയാണ് ഓരോ താവളം. എത്ര പട്ടാളക്കാരുണ്ടാവും അതിനകത്ത്? വലിയ തോക്കും പീരങ്കിയും എത്ര ഉണ്ടെന്ന് കൂടെ അറിയണ്ടേ? ഊർക്കാ പട്ടാളമാണ് ചന്തപ്പരെ താവളം അടിച്ചേക്കണത്. തോക്കും പീരങ്കിയൊന്നുമല്ല, വളഞ്ഞ ഒരുതരം കത്തിയുണ്ട്, കുക്രി. അതാണ് ഐറ്റിങ്ങൾ ആയുധം. പിന്നെ ആസാം ബർമ അതിർത്തിയിലെ കാട്ടിയാതിക്കാരുണ്ട് ചിൻകച്ചിൻ. ഓല ചേർത്തിട്ടൊരു ബറ്റാലിയൻ ഉണ്ട്. ആനേനെ ചുട്ടിണ ജാതിയാണ്. ഏത് ജാതി ആയാലും ഐറ്റങ്ങൾ ഒടുക്കണം. ഒളിഞ്ഞും മറിഞ്ഞൊന്നുമല്ല, നേരിട്ട് തന്നെ. അതാണ് ഞമ്മളെ അഭിപ്രായം. എന്നാ ഇപ്പൊ തന്നെ പുറപ്പെടാം. വരട്ടെ. പൊലച്ചക്ക് പാറാവുകാർ ഉറക്കം തൂങ്ങണ നേരാണ് നല്ലത്. ആ ഗൂർഖാസുകളെ മുഴുവൻ തീർത്ത. ഇല്ല ജയര്, പാതി. ഓല ക്യാപ്റ്റൻ ആവറിനടക്കം. ഞമ്മളെ കൂട്ടത്തിൽ എത്ര എണ്ണം പോയി? പറയടാ, എത്ര എണ്ണം പോയി? കൊറേ. ചെമ്പശ്ശേരി തങ്ങളും കൂട്ടത്തില്? അറിയില്ല. ലവക്കുട്ടി,